ജസ്പ്രീത് ബുംറയെയും കഗിസോ റബാഡയെയും ഒക്കെ IPL-ൽ അനായാസം നേരിട്ടുകൊണ്ടിരുന്ന ഒരാൾ. അയാൾക്ക് ഏഷ്യ കപ്പ് ടീമിൽ ഇടമില്ലത്രേ. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചയുടൻ ശ്രേയസ് അയ്യരെ പുറത്തിരുത്തിയതിൽ നിരാശ പങ്കുവെക്കുകയായിരുന്നു അശ്വിൻ. അയാൾ ഈ മൈതാനങ്ങളിൽ ഇനി എന്താണ് തെളിയിച്ചു കാണിക്കേണ്ടത്? IPL-ൽ 170 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ ഒരാൾക്ക് ഇന്ത്യൻ സംഘത്തിൽ ഇടമില്ല എന്നാണോ? KKR-നെ കിരീടം അണിയിച്ച് തൊട്ടടുത്ത സീസണിൽ പഞ്ചാബിനെ ഫൈനലിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരാളെ എന്ത് കാരണം പറഞ്ഞാണ് നിങ്ങൾ ഒഴിവാക്കുക? കഴിഞ്ഞ കുറെ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ നിറയെ ആരാധകരുടെ ചോദ്യങ്ങളാണ്. BCCIക്കും സെലക്ടർമാർക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ഒക്കെ ഉയർത്തുന്നത്. ഈ 15 പേരിൽ ആർക്ക് പകരമാണ് അയ്യരെ ഉൾപ്പെടുത്തേണ്ടത് എന്നായിരുന്നു ടീം പ്രഖ്യാപനത്തിനിടെ അഗാർക്കറിന്റെ ചോദ്യം. എന്നാൽ അയ്യരെ ഒഴിവാക്കാൻ എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും അത് നീതീകരിക്കാനാകില്ല എന്നാണ് ആരാധകരുടെ പക്ഷം. സ്റ്റാൻഡ് ബൈ ആയി തിരഞ്ഞെടുത്ത 5 കളിക്കാരുടെ കൂട്ടത്തിലും അയ്യരുടെ പേരുണ്ടായിരുന്നില്ല എന്നുകൂടി ഓർക്കണം. അതിനിടെയാണ് മറ്റൊരു ചർച്ച ക്രിക്കറ്റ് സർക്കിളുകളിൽ ഉയർന്നു വരുന്നത്. ഇന്ത്യൻ ഏകദിന ടീമിന്റെ നായകനായി അയ്യരെ BCCI പരിഗണിക്കുന്നു. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ഏകദിന ടീമിന്റെ തലപ്പത്തേക്ക് ആര് എന്ന ചോദ്യം ഏറെക്കാലമായി അന്തരീക്ഷത്തിലുണ്ട്. ശുഭ്മാൻ ഗിൽ അടക്കമുള്ളവരുടെ പേര് ഉയർന്നു കേട്ട് തുടങ്ങുന്നതിനിടെയാണ് അയ്യരെ ക്യാപ്റ്റൻസിയിലേക്ക് ബോർഡ് ഗൗരവത്തിൽ പരിഗണിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വരുന്നത്. പല ദേശീയ മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബറിൽ ഓസീസിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ പരമ്പരയിൽ ഇന്ത്യൻ സംഘത്തിനൊപ്പം ഉണ്ടാകും. 2027 നടക്കാനിരിക്കുന്ന ഏകദിന ലോകകപ്പിൽ ഇരുവരും ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്ന കാര്യം സംശയത്തിലാണ്. പ്രായവും ഫിറ്റ്നസും ഫോമും ഒക്കെ പരിഗണനാ വിഷയമാകും. യുവതാരങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകാനാകും BCCIയുടെ പദ്ധതി. ലോകകപ്പിന് മുമ്പ് തന്നെ രോഹിത് യുഗം അവസാനിച്ചാൽ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ശ്രേയസിന്റെ പേര് സജീവമായി ഉണ്ടാകും. ഏകദിനത്തിൽ നിലവിൽ തുടരുന്ന ഫോമും ക്യാപ്റ്റൻസിയിലെ മുൻപരിചയവും ഒക്കെ ശ്രേയസിന് ഗുണമാകും. അതേസമയം സൂര്യകുമാർ യാദവിന് ശേഷം ഇന്ത്യൻ T20 ടീമിന്റെ തലപ്പത്തേക്ക് ശുഭ്മാൻ ഗിൽ തന്നെ എത്തും എന്നാണ് കരുതപ്പെടുന്നത്. ഒരു ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായി ഗില്ലിന്റെ പേര് ബോർഡിന്റെ പരിഗണനയിൽ ഉണ്ടെങ്കിലും ഏകദിനത്തിൽ അടുത്തൊന്നും ആ മാറ്റം ഉണ്ടാകില്ല. ഏകദിന ക്രിക്കറ്റിൽ സമീപകാലത്ത് മികച്ച ഫോമിലാണ് അയ്യർ. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ വിജയത്തിലെ നിർണായക സാന്നിധ്യമായിരുന്നു താരം. 5 മത്സരങ്ങളിൽ നിന്ന് 48.6 ശരാശരിയിൽ 243 റൺസാണ് താരം ടൂർണമെന്റിൽ ആകെ അടിച്ചുകൂട്ടിയത്. രച്ചിൻ രവീന്ദ്രയ്ക്ക് താഴെ റൺവേട്ടക്കാരിൽ രണ്ടാമൻ. തന്റെ കരിയറിൽ 70 ഏകദിനങ്ങളിൽ നിന്നായി 48 ബാറ്റിംഗ് ആവറേജിൽ 2845 റൺസാണ് അയ്യരുടെ സമ്പാദ്യം. നിലവിൽ ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൺസിസ്റ്റൻസിയോടെ ബാറ്റ് വീശുന്ന താരങ്ങളുടെ പട്ടികയിൽ ഉറപ്പായും അയ്യരുടെ പേര് ആദ്യ സ്ഥാനങ്ങളിൽ ഉണ്ടാകും. T20യിലും താരം ഈ ഫോം തുടരുന്നതിനാലാണ് പ്രധാന ടൂർണമെന്റുകളിൽ ഒന്നിൽ നിന്ന് ഒഴിവാക്കാൻ പറയുന്ന കാരണങ്ങൾ ആരാധകർക്ക് ഉൾക്കൊള്ളാനാകാത്തത്. കഴിഞ്ഞ IPL സീസണിൽ 26.7 കോടിക്കാണ് പഞ്ചാബ് ശ്രേയസിനെ തട്ടകത്തിലെത്തിച്ചത്. റെക്കോർഡ് തുകക്ക് 30 റാഞ്ചിക ടീമിന്റെ കണക്കുകൂട്ടലൊന്നും തെറ്റിയില്ല. ശ്രേയസിന് കീഴിൽ ഒരു അതിശയ കുതിപ്പാണ് പഞ്ചാബ് സീസണിൽ നടത്തിയത്. കലാശപ്പോരിൽ ബംഗളൂരു ഇവരോട് പരാജയപ്പെട്ടെങ്കിലും 2014 ശേഷം പഞ്ചാബിന്റെ ഫൈനൽ പ്രവേശത്തിന് IPL സാക്ഷിയായി. ഏറെക്കാലത്തിന് ശേഷം തങ്ങളുടെ ഷെൽഫിൽ കിരീടമെത്തിച്ച ക്യാപ്റ്റനെ കൈവിട്ട് കളഞ്ഞതിൽ KKR-നും ഖേദമുണ്ടായിരിക്കണം. 17 മത്സരങ്ങളിൽ നിന്ന് 175 സ്ട്രൈക്ക് റേറ്റിൽ 604 റൺസായിരുന്നു കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് നായകന്റെ സമ്പാദ്യം. 6 അർദ്ധ സെഞ്ചുറികൾ തന്റെ പേരിൽ കുറിച്ച അയ്യർ റൺവേട്ടക്കാരുടെ പട്ടികയിൽ 6ാമനായാണ് ഫിനിഷ് ചെയ്തത്. 39 സിക്സുകളാണ് താരത്തിന്റെ ബാറ്റിൽ നിന്ന് ടൂർണമെന്റിൽ പറന്നത്. ടോപ്പ് ഓർഡറിൽ ബാറ്റ് വീശുന്ന അയ്യരെ ടീമിൽ ഉൾപ്പെടുത്തിയാൽ തിലക് വർമ്മയുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും എന്നതടക്കം ഏഷ്യ കപ്പ് ടീം സെലക്ഷനിൽ ചർച്ചാ വിഷയമായി. മുൻ താരങ്ങളായ റോബിൻ ഉത്തപ്പ, കൃഷ്ണമാചാരി ശ്രീകാന്ത്, അശ്വിൻ തുടങ്ങി നിരവധി പേരാണ് അയ്യരെ തഴഞ്ഞതിന് പിറകെ വിമർശനമുയർത്തി രംഗത്തെത്തിയത്. T20 ലോകകപ്പിന് മുമ്പ് വെറും 18 മത്സരങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൽ നിർണായക റോൾ വഹിച്ച അയ്യരില്ലാതെ ഒരു ടീം ഏറെ വിചിത്രമായി തോന്നുന്നു. അനധിവിദൂര ഭാവിയിൽ തന്നെ അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. BCCIയുടെ പോസ്റ്റ് പങ്കുവച്ച് ഉത്തപ്പ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്. വാർത്താ സമ്മേളനത്തിൽ ശ്രേയസ് അയ്യരെ കുറിച്ചുയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി T20 ലോകകപ്പിനുള്ള അവസാന ടീമല്ല ഇതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അഗാർക്കർ. ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അഗാർക്കറും സെലക്ഷൻ കമ്മിറ്റിയും ഇനിയൊന്നിരുത്തി ചിന്തിക്കും തീർച്ച.